വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസ് കുട്ടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം സർ. യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിലേക്കുള്ള ഒരു ചരിത്രപ്രധാനമായ ചർച്ചകൾ അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രണ്ടാം ഘട്ടം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ ചർച്ചകൾ വഴി തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. കാരണം ട്രംപിൻ്റെ ചില വാക്കുകൾ അത് കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ഇറാനെ. ഏത് രീതിയിലായിരിക്കും ഇനിയിപ്പോൾ ഈ ഒരു ചർച്ചയുടെ ഒരു പര്യവസാനം ഉണ്ടാവുക എന്നുള്ള ആശങ്കയുണ്ട്. 60 ദിവസമാണ് സമയമുള്ളത്. അതിനുള്ളിൽ ഒരു പൂർണ്ണ സമാധാന കരാറിലേക്കൊക്കെ എത്താനുള്ളൊരു സാധ്യതയൊക്കെ എത്രത്തോളമാണ്? ഈ ചർച്ചകൾ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. നമുക്കറിയാം ട്രംപിൻ്റെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില വാശികൾ അത് നിരന്തരം നമ്മൾ ഈ യുദ്ധ സാഹചര്യത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചർച്ചകൾ ഏത് രീതിയിൽ അവസാനിക്കും എന്നുള്ളൊരു സൂചനയെങ്കിലും ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചയിൽ അവര് അതിലേക്കൊരു റോഡ് മാപ്പ് തയ്യാറാക്കി ഏകദേശം ധാരണയായി എന്ന് പറയുന്നുണ്ട്. ആ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത് അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഒരു പൂർണ്ണമായ സമാധാന കരാറിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് അവർ 2 സംവിധാനങ്ങൾ ഉണ്ടാക്കിയതായിട്ടും പറയപ്പെടുന്നു. ഒന്നൊരു പരസ്പരം ബന്ധപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷനോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരസ്പരം സംസാരിക്കാൻ വേണ്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലാണെങ്കിലും മറ്റ് സാഹചര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഹെസ്ബുള്ളയുമായി റിലേറ്റഡ് ആയിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടായാലും ഒക്കെ അത് പെട്ടെന്ന് ബന്ധപ്പെട്ട് പരിഹരിക്കാനും ശ്രദ്ധയിൽപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, അത് ഈ റോഡ് മാപ്പിന്റെ ഒരു ഭാഗമാണ്. അത് കൂടാതെ തന്നെ അവരുടെ ഡീകോൺഫ്ലിക്ഷൻ സെൽ എന്ന് പറയുന്ന ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലഘൂകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം. അപ്പൊ ഇത് രണ്ടും അവർ ഏകദേശം ധാരണയിലെത്തിയെന്നും അങ്ങനെ അതിലൂടെ ഈ 14 ഇന കരാറിലൂടെ അവർക്ക് അന്തിമമായ ഒരു കരാറിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ഒരു സൂചനയാണ് അവിടെ നിന്ന് വരുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ റോഡ് മാപ്പിൽ തന്നെ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇവർ കരാർ പൂർണ്ണമായും അതിലേക്ക് എത്തിച്ചേരുവാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഇവർക്ക് സംശയമുണ്ട്. കാരണം സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മിസ്കമ്മ്യൂണിക്കേഷന്റെ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് തന്നെ പരസ്പരം അതിൽ ഉറപ്പില്ല, അല്ലെങ്കിൽ പരസ്പര വിശ്വാസക്കുറവുണ്ട്, കാര്യങ്ങൾ കൈവിട്ട് പോകാം. ഇതിന്റെ ബന്ധപ്പെട്ട കക്ഷികൾ ഇറാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഹെസ്ബുള്ള ആണെങ്കിലും അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത നീക്കങ്ങളാണെങ്കിലും നിയന്ത്രണങ്ങളാണെങ്കിലും ഒന്നും തന്നെ പൂർണ്ണമായും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പ് നൽകുന്നില്ല. വിശ്വാസക്കുറവിന്റെയും മറ്റ് സമ്മർദ്ദങ്ങളുടെയും ഭാഗമായി എന്ന് വേണം നമ്മൾ കാണുവാൻ. അപ്പോ ആ സമാധാന കരാർ എത്രമാത്രം ഫലപ്രാപ്തിയിലേക്ക് എത്തുമോ എന്നും ഉറപ്പില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം ട്രംപിന്റെ ഈ കരാറിൽ അവർ ഒപ്പിട്ടില്ലെങ്കിൽ ഞാൻ ഇനിയും വീണ്ടും ആക്രമിക്കും എന്ന് പറയുമ്പോൾ ഇറാൻ അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടിയും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ കൊണ്ട് ഫലമൊന്നുമില്ല. ട്രംപ് കാര്യങ്ങൾ പറയുമെങ്കിലും കാര്യങ്ങൾ നടത്തുക ഞങ്ങളായിരിക്കും എന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് അതിന് പ്രതികരണവും വന്നിട്ടുണ്ട്. മാത്രമല്ല ചില വാക്കുതർക്കങ്ങൾ ചർച്ചാ വേദിയിൽ തന്നെ ഇവരുടെ വിവിധ കക്ഷികൾ തമ്മിൽ ഉണ്ടായി എന്നും പറയുന്നു. അപ്പോ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ ഒരു സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും കാര്യങ്ങളെല്ലാം കൃത്യമായും പരിഹരിക്കപ്പെടും എന്നും നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കില്ല. മാത്രമല്ല അതിന്റെ പ്രക്രിയയിൽ ഒരുപാട് വീഴ്ചകൾ നടക്കുന്നുണ്ട്, വീഴ്ചകൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അപ്പോ സമാധാനം എത്രമാത്രം പ്രാപ്യമാണ് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നത് ഈ 2 കക്ഷികളും ഈ സമാധാന ശ്രമത്തിൽ തങ്ങളാണ് വിജയിച്ചത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ ഇരു രാജ്യങ്ങളുടെ തലസ്ഥാനത്തു നിന്നും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്പോക്സ്മാനിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റമായി അവർ പറയുന്നത് ഒബാമയുടെ 2015 കരാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇറാന്റെ സമീപനം മൊത്തം മാറ്റുന്നതിൽ ഒരു പുതിയ ഇറാനെ സൃഷ്ടിച്ച് അമേരിക്കയോട് യോജിച്ച് നിൽക്കുന്ന ഒരു ഇറാനെ സൃഷ്ടിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായി അവരുമായിട്ട് ഒരു തുറന്ന ചർച്ചയിലേക്ക് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവകാശവാദമാണ്. എന്താണ് ഈ ഇതിലൂടെ നേടിയത് അമേരിക്ക എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പക്ഷെ അത് എത്രമാത്രം ശരിയാണെന്ന് ഇറാൻ അവരുടെ ബിഹേവിയർ മെച്ചപ്പെടുത്തി എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ ഉറപ്പാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പറയുവാൻ കാരണം ഇപ്പം ന്യൂക്ലിയർ ആംസിന്റെ കാര്യത്തിലാണെങ്കിലും മിസൈലിന്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും ഉറപ്പോടുകൂടി തുറന്നു കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും ഒന്നും തന്നെ ഒരു ഉറപ്പും
ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ ഹോർമൂസ് വീണ്ടും അടയ്ക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള സൂചന. അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ അമേരിക്കയുടെ ഒരു പരാജയമായിട്ട് അതിനെ പലരും വീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഞങ്ങൾ വിജയിച്ചു എന്നുള്ള പ്രസ്താവന പലപ്പോഴും കൊണ്ടുവരുന്നത്. അതേസമയം ഇറാൻ പറയുന്നത് ഞങ്ങൾ വിജയിച്ചു എന്നാണ്. കാരണം ഇറാന് ഏകദേശം $300 ബില്യൺ ഒരു പുനർനിർമ്മാണ പദ്ധതി ഗൾഫിലെ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുന്നു. അവരുടെ മരവിപ്പിച്ചിരിക്കുന്ന ആസ്തികൾ പുനർജീവിപ്പിക്കുവാൻ കഴിയുമെന്ന് പറയുന്നു. അവരുടെ മിസൈൽ പ്രോഗ്രാം സംബന്ധിച്ച് പ്രത്യേകിച്ച് ധാരണകളിലൊന്നും എത്തിയിട്ടില്ല. ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ കാര്യത്തിലും പണ്ടുള്ളതിൽ നിന്ന് കൂടുതലായി വിട്ടുവീഴ്ചകളൊന്നും അവർ ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിലവിലുള്ള കരാർ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നേട്ടമാണ്. സാമ്പത്തികമായി ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ അത് ഉപരോധത്തെ ആണെങ്കിൽ കൂടി ഇല്ലാതാക്കിക്കൊണ്ട് ഇറാന് മുഖ്യധാര സാമ്പത്തിക പുനർനിർമ്മാണത്തിലേക്ക് കടന്നു വരാൻ കഴിയും എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അവകാശവാദങ്ങളും എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു സമാധാന പാതയിലേക്ക് വരുവാൻ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ട് എന്നുള്ളതുമാണ് ഈ കരാറിന്റെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത്. എന്നിരുന്നാലും കരാറിലേക്ക് എത്തിച്ചേരുവാനാണ് സാധ്യത. കുറേയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇടയ്ക്കുണ്ടെങ്കിലും, കാരണം ഇരു രാജ്യങ്ങളും ഒരു രീതിയിലും യുദ്ധത്തിലേക്ക് പോകുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ സ്വയം ഞങ്ങളാണ് ഗവൺമെന്റ്മാരെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സമാധാനത്തിന് വലിയ തടസ്സമായി ഇസ്രായേൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിരുന്ന ഒരു ലക്ഷ്യവും നേടാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് മുമ്പുണ്ടായിരുന്നതിനെ പോലെ ഞങ്ങൾ കുറച്ചും കൂടെ അരക്ഷിതരായി തീരുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇറാന്റെ നിഴൽ സംഘങ്ങളെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്ക് വന്നിരിക്കുകയാണ്. പണ്ട് ഇസ്രായേൽ യഥേഷ്ടം നിഴൽ സംഘങ്ങളെ ഹെസ്ബുള്ളയൊക്കെ ആക്രമിക്കുമായിരുന്നു. ഇപ്പൊ അമേരിക്കയാണ് ഇസ്രായേലിനോട് പറയുന്നത് നിങ്ങൾ ആക്രമിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് കിട്ടുന്ന സാമ്പത്തിക സഹായത്തിൽ നിന്ന് ഒരു പങ്ക് ഹിസ്ബുള്ളയുടെ പുനർനിർമ്മാണത്തിനും അവരെ വീണ്ടും ആയുധവൽക്കരിക്കുന്നതിനൊക്കെ ഉപയോഗിക്കില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ ഇങ്ങനെ സങ്കീർണമായ ഒട്ടനവധി പ്രശ്നങ്ങൾ വിവിധ കക്ഷികൾ തമ്മിൽ ഉള്ളത് കൊണ്ട് സമാധാന പാതയിലാണ് അവർ സഞ്ചരിക്കുന്നതെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അതിന് ഒരുപാട് വിഘ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ തടസ്സങ്ങളിലൂടെയും ചെറിയ ചെറിയ സംഘർഷങ്ങളിലൂടെയും ഒക്കെ അവർ അന്തിമമായ ഒരു സമാധാനത്തിലേക്ക് എത്തിച്ചേരും. പക്ഷേ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു സംഘർഷരഹിത സ്ഥിരമായ സമാധാനമാകുമോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. തീർച്ചയായും ഈ ഇസ്രയേലിൻ്റെ ഇടപെടൽ, അത് നമുക്കറിയാം, ഇസ്രയേലിൻ്റെ ഒരു നിലപാട് ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു. അപ്പോൾ ഈ ഇസ്രയേൽ ജനത പോലും ഇറാനാണ് ജയിച്ചത്, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു എന്ന് പറയുമ്പോഴും കൂടുതൽ നെതന്യാഹുവിനെ പ്രകോപിപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഈ ചർച്ചകൾക്കിടയിൽ എന്തെങ്കിലും ഒരു ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഇതിന്റെ ഒരു കാര്യം പരിശോധിച്ചാൽ, ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ, ഇവർ കരാറിൽ എത്തിയെന്ന് പറയുകയും ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തില്ല എന്ന് അമേരിക്ക പറയുമ്പോഴും ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചു, ഇസ്രായേൽ തിരിച്ചു ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാധാന കരാർ അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പാലിക്കുന്നതിൽ ഒരു ഉറപ്പും ഇസ്രായേൽ നൽകിയിട്ടില്ല. അതിന്റെ പേരിൽ തന്നെ ട്രംപ് അമേരിക്ക ഇസ്രായേലിനെ പല ഘട്ടങ്ങളിൽ വളരെ മോശമായിട്ട് നിങ്ങളൊരു പ്രശ്നക്കാരനാണ്, പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്, നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ ട്രംപ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സുരക്ഷാ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ ഇവർ നേരിട്ടത് അതിന് നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇറാനെ പരമാവധി ദുർബലമാക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. എന്നാൽ ഇന്നിപ്പോൾ ഇറാന്റെ മിക്കവാറുള്ള ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിനെ സാമ്പത്തികമായി പുനർസൃഷ്ടിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ കരാറിലുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാന്റെ നിഴൽ സംഘങ്ങളെ, പ്രത്യേകിച്ച് ഹെസ്ബുള്ള, ഹമാസ്, ഇവരെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അവരെ തീർത്തും ദുർബലമാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനായിട്ടാണ് ഇസ്രായേൽ ശ്രമിച്ചത്. പക്ഷെ അതെല്ലാം പാടെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോക രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ, ഇറാനുമായിട്ടുള്ള ബന്ധത്തിലും ഇറാന്റെ നിഴൽ സംഘങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇസ്രായേലിലെ തീവ്ര വിഭാഗങ്ങളെ സംതൃപ്തിപ്പെടുത്തി നിർത്തുന്ന കാര്യത്തിലും, ചുരുക്കത്തിൽ അവരെന്താണോ സുരക്ഷയെന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അവർക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കുക, പരമാവധി ദുർബലപ്പെടുത്തുക. അതിൽ ഏറ്റവും പ്രധാനി ഇറാനാണ്. അപ്പൊ ഇറാൻ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഇറാന്റെ നിഴൽ സംഘങ്ങളെ അമേരിക്ക തന്നെ നേരിട്ട് ആക്രമിക്കരുതെന്ന് ഇസ്രായേലിനോട് പറയുന്ന സാഹചര്യത്തിൽ, മാത്രവുമല്ല ഈ സമാധാന കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് അമേരിക്ക, ഇറാൻ, ഖത്തർ, പാകിസ്ഥാൻ. ഇസ്രായേൽ ഒരു ഘട്ടത്തിലും ചിത്രത്തിൽ പോലുമില്ല. അവരോട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം അമേരിക്ക വഴി. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് അവരെന്താണോ സുരക്ഷയായിട്ട് കാണുന്നത് അത് ഉറപ്പാക്കുവാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ വളരെ പ്രതിരോധത്തിലാണ്. അങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അവരതിനെ ഒരു സുരക്ഷാ പ്രശ്നമായി കാണുകയും കരാറിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് പല രീതിയിലുള്ള അക്രമങ്ങളും
കരാർ ലംഘനങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നടത്തുവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ ജോസക്കുട്ടി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.